എല്ലാവർക്കും നമസ്കാരം. ആരെങ്കിലും വീഡിയോ സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ഒന്ന് കേൾക്കുക. ഈ ഒരു 2ാം ക്ലാസ്സിന്റെ ചോദ്യത്തിൽ നമ്മൾ 3 ടൈപ്പ് കോൺവെർസേഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക, ഒന്നുകൂടെ പറയുന്നു, സ്കിപ്പ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. 3 ടൈപ്പ് കോൺവെർസേഷൻ. അതായത് ഇവിടെ ഒരു മലയാളം ചോദ്യമായിരുന്നു നൽകിയിട്ടുള്ളത്. ഇത് 2023 ഇന്റഗ്രേഷൻ ഡേ 3 ചോദ്യമാണ്. മലയാളം ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. യാത്ര പോകാൻ, കോൺവെർസേഷൻ എഴുതാനാണ്, സംഭാഷണം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. ഇതാണ് ഇവിടുത്തെ ചോദ്യം. മലയാളത്തിലെ ഒരു ടൈപ്പ് 1. അതിനോടൊപ്പം നമുക്ക് ഇതേ ചോദ്യത്തിന് ഇംഗ്ലീഷിൽ കുട്ടികൾക്ക് എഴുതാൻ കൊടുത്താൽ അവരെ കൊണ്ട് എഴുതാൻ സാധിക്കുമോ? തീം ഇങ്ങനെയാണ്: ദ കുഞ്ഞൻ എലിഫന്റ് ആൻഡ് ദ കുട്ടൻ ആൻഡ് ഡിസൈഡഡ് ടു ഗോ ഫോർ എ വെക്കേഷൻ. നേരത്തെ പറഞ്ഞേക്കണം, മലയാളത്തിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, നമ്മൾ അതിനെ ഇംഗ്ലീഷ് ആക്കിയെന്നേ ഉള്ളൂ. ടുമോറോ വി ക്യാൻ ഗോ ടു നീലിമലക്കാട്. ദേ പ്ലാൻഡ്. Kunjan elephant came back home and he asked his mother's permission to the journey. Write the possible conversation between mother and Kunjan elephant. അപ്പോ അമ്മയും കുഞ്ഞൻ എലിഫന്റും തമ്മിലുള്ള കോൺവെർസേഷൻ ഇംഗ്ലീഷിൽ എഴുതാൻ ആവശ്യപ്പെട്ടു. ആലോചിക്കുക, നമ്മുടെ കുട്ടിക്ക് അത്രയും വൊക്കാബുലറി ഉണ്ടോ? അവൻ എഴുതാൻ സാധിക്കുന്നുണ്ടോ? കുഞ്ഞു കുഞ്ഞു വാക്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അതേ ഒരു ചോദ്യത്തിനെ നമുക്കിപ്പം ഒരു ഉദാഹരണം ഇവിടെ നൽകിയിരിക്കുന്നത് LSS തലത്തിൽ ഒരു മികച്ച ഉത്തരമാക്കിയാൽ എങ്ങനെ ഇരിക്കും? ഒരു 4ാം ക്ലാസ്സിലെ കുട്ടിയാണ് ഉത്തരം എഴുതുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു നല്ല വൊക്കാബുലറി ഉള്ള കുട്ടിയാണ് എഴുതുന്നതെങ്കിൽ എങ്ങനെ ഇരിക്കും? നമുക്കൊന്ന് ഈ ഒരു കോൺവെർസേഷൻ ഒന്ന് വായിച്ചു നോക്കാം. അതാണ് പറഞ്ഞത്, ഏറ്റവും മികച്ചൊരു മാതൃകയാണ് ഈ നൽകിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു കോൺവെർസേഷൻ എഴുതാൻ 2ാം ക്ലാസ്സിലെ കുട്ടിയെ കൊണ്ട് ഒക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഒക്കില്ല എന്ന് പറയാൻ പറ്റില്ല. എന്നാലും നല്ല വൊക്കാബുലറി ഉള്ള, ഒരുപാട് വായിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ട് മാത്രമേ ഇത്തരത്തിൽ എഴുതാൻ പറ്റൂ. അപ്പോ അവന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്, കുട്ടിക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഒരു മാതൃക ഇവിടെ നൽകിയിട്ടുള്ളത്. അവൻ 3, 4 അല്ലെങ്കിൽ മുകളിലത്തെ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ 5, 6, 7 ക്ലാസ്സുകളിലെ കുട്ടികൾക്കും ഈ ഒരു രീതിയിൽ എഴുതാൻ കഴിഞ്ഞാൽ അവന്റെ വൊക്കാബുലറി നല്ല രീതിയിൽ ഡെവലപ്പ് ആവും. അതിനോടൊപ്പം എന്ത് ചെയ്യാൻ പറ്റും? അവൻ ആ ശൈലി, എഴുത്തിന്റെ ശൈലി മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഞാനൊന്ന് കേൾക്കണേ എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ഇനി സ്കിപ്പ് ചെയ്യാം. ഈ ഒരു 2 മിനിറ്റ് നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി, എന്റെ കുട്ടി ഇതുപോലെ എഴുതിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി അവരെ കൊണ്ട് കൂടുതൽ വായിപ്പിക്കുകയും അല്ലെങ്കിൽ കൂടുതൽ സംസാരിപ്പിക്കുകയും ചെയ്യുക. ഈ നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷയായിരിക്കില്ല പരീക്ഷയ്ക്ക് എഴുതുന്നത്. അങ്ങനെ എഴുതാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ നോക്കുക. ഗുഡ് മോർണിംഗ് മൈ ലിറ്റിൽ ട്രംപറ്റ്, യു സീം ക്വൈറ്റ് എക്സൈറ്റഡ് ടുഡേ. ആഹാ, കൊള്ളാലോ, ആള് കൊള്ളാലോ, ഇന്ന് മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ. നമ്മൾ ഇതൊക്കെ എത്ര നാള് പറയും? നമ്മൾ ഒരു വർഷത്തെ ഒരു 3, 4 തവണ കുട്ടിയോട് ഒരു പക്ഷേ ഇങ്ങനെ ഈ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് എഴുതാൻ പറ്റുന്ന, അല്ലെങ്കിൽ എഴുതാൻ പറ്റണം. അത് 2ാം ക്ലാസ്സിൽ ഒക്കുമ്പോൾ നല്ല ഞാൻ പറയുന്നത്, ഒരു 4 ഒരു LSS പരീക്ഷയ്ക്ക് എങ്കിലും നമുക്ക് ആ രീതിയിൽ എഴുതാൻ സാധിക്കണം കുട്ടികൾക്ക്. അപ്പൊ ഈ മാതൃകകൾ പരിചയപ്പെടുത്തിയാൽ മതി, ഒരു കൺസെപ്റ്റ് അവരുടെ മനസ്സിൽ തങ്ങി നിന്നോളും. ഓക്കെ, അപ്പൊ ഇത് ഫുള്ളൊന്ന് വായിച്ചു നോക്കുക, സ്ക്രീൻഷോട്ട് എടുക്കുക വേണമെങ്കിൽ. അതിനുശേഷം നമുക്ക് 2ാം ക്ലാസ്സിലെ കുട്ടി ഏത് നിലവാരത്തിൽ എഴുതുന്നു എന്നുള്ളത് നോക്കാം, മലയാളത്തിന്റെ കോൺവെർസേഷൻ നോക്കാം. അങ്ങനെ ഇന്നത്തെ ഈ ക്ലാസ് ലാംഗ്വേജ് ഡെവലപ്മെന്റിന് വേണ്ടി മാത്രമുള്ളതാണ്. ഓക്കെ. ഗുഡ് മോർണിംഗ് മൈ ലിറ്റിൽ ട്രംപറ്റ്, യു സീം ക്വൈറ്റ് എക്സൈറ്റഡ് ടുഡേ. ബേബി എലിഫന്റ് മറുപടി പറയുന്നു, ഗുഡ് മോർണിംഗ് മാമ. നമ്മൾ ആരെങ്കിലും പരീക്ഷയ്ക്ക് മാമ എന്ന് എഴുതുവോ? അല്ലെങ്കിൽ മോം, മമ്മി, മദർ, മാമ. സ്നേഹത്തോടെ വിളിക്കുന്ന, സ്നേഹം വരുന്നത് എപ്പോഴാണ് പറഞ്ഞത്? എന്താണ്, എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുകയാണ് ഇവിടെ, വളരെയധികം ഇഷ്ടപ്പെട്ട് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ എഴുതുന്നത് പോലെയാണ് ഇവിടെ സംസാരിക്കുന്നത്. അതാണ് പറഞ്ഞത്, ഈ ഒരു മാതൃക അവരെ പരിചയപ്പെടുത്തുക. Good morning, Mama. Yes, I am quite excited today. I want to ask you something. Can I go on a vacation with my friends? And ഞാൻ എന്റെ കൂട്ടുകാരനോടൊപ്പം ഒരു വെക്കേഷൻ പോയിക്കോട്ടെ. മദർ എലിഫന്റ്, എ വെക്കേഷൻ. ഐബ്രോയൊക്കെ ഉയർത്തി, നീ വെക്കേഷന് പോന്നോ? വെക്കേഷനോ? എവിടെ? That sounds like an adventure, but where do you plan to go? തീർച്ചയായും ഇത് 2ാം ക്ലാസ്സിലെ കുട്ടിക്ക് എഴുതാൻ കഴിയില്ല എന്നൊന്നും ആലോചിക്കുക. അവൻ 4ലാവുമ്പോഴെങ്കിലും ഇത് എഴുതണമെന്ന് ആഗ്രഹിക്കുക. ആ ഒരു കൺസെപ്റ്റ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ. Baby elephant, we want to
എക്സ്പ്ലോർ ദ ജംഗിൾ. എക്സ്പ്ലോർ യാത്രയാണ്, കണ്ടെത്താൻ വേണ്ടിയുള്ള യാത്ര, ജേണി. വി വാണ്ട് ടു എക്സ്പ്ലോർ ദ ജംഗിൾ ബിയോണ്ട് ദ റിവർ. ആ നദിക്കും അപ്പുറത്തുള്ള കാട്ടിലേക്ക് പോകാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. Or I want to go to നീലിമലക്കാട്. I heard about it. It's a beautiful land. I heard stories about the forest. And says there are lot of fun places there. And says ഉറുമ്പ് പറഞ്ഞിട്ടുണ്ട് അവിടെ ഇഷ്ടം പോലെ രസകരമായ സ്ഥലങ്ങളുണ്ട്. ബ്യൂട്ടിഫുൾ വാലീസ്, റിവേഴ്സ്. ഈ ഒരു പദം പറഞ്ഞപ്പോഴാണ് ആലോചിക്കുന്നത്, 7ാം ക്ലാസ്സിന്റെ ഇപ്പോഴത്തെ പുസ്തകത്തില്, മാറുന്ന പുസ്തകം അടുത്ത വർഷം മാറും, അതല്ല ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തില് ഫസ്റ്റ് പാഠത്തിന്റെ പേര് ഇങ്ങനെ എന്താ കണ്ടാണ്, ഹൗ ഫാർ ഇസ് ദ റിവർ. ഈ ഒരു പാഠത്തില് കുട്ടി ഒരു നദി അന്വേഷിച്ച് പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു കൺസെപ്റ്റില് അവിടെ നല്ല വാക്കുകൾ, നല്ല രീതിയിൽ എഴുത്തിനുള്ള ശൈലിയിൽ ഒരുപാട് വാക്കുകൾ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭാഗം ഇപ്പം ഒരു 7ാം ക്ലാസ്സിലെ കുട്ടി പഠിക്കുന്ന രീതിയിൽ നമുക്ക് വൊക്കാബുലറി നൽകാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ കുട്ടി വളരുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു ശൈലി ഫോളോ ചെയ്യും. ഓക്കെ, ഇറ്റ്സ് എ ബിഗ് വേൾഡ് ഔട്ട് ദെയർ മൈ ഡിയർ, ബട്ട് യു ആർ സ്റ്റിൽ യങ് ആൻഡ് ദ ജംഗിൾ ക്യാൻ ബി എ ട്രിക്കി പ്ലേസ്. നമ്മുടെ രക്ഷിതാക്കളെ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ കുട്ടി നമ്മൾ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് വിടുവോ? ഇല്ല. നമ്മൾ ആദ്യമേ ചോദിക്കും എന്തുകൊണ്ടാണ്, എവിടെയാണ്, ആരുണ്ട് കൂടെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചോദിക്കും. ചോദിച്ചതിന് ശേഷം മാത്രം കഴിവതും പറഞ്ഞുവിടാതിരിക്കും. ബട്ട് മാമ ആൻഡ് ഇസ് വെരി സ്മാർട്ട്, ഹി നോസ് ഓൾ ദ പാത്ത്സ് ആൻഡ് ഹി ഹാസ് ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ദെയർ. പാത്ത് വഴി. മദർ എലിഫന്റ്, ഐ നോ, but you need to be with someone big and strong to protect you. Mother's instinct ആണ് ഇവിടെ. Mother needed someone to help her boy, someone big and strong to protect the baby elephant. Jungle has many surprises. It's a tricky place. What if Ant's family comes with us? They are a strong bunch. ഒരു കൂട്ടം ആൻഡ് കൂടി, അതായത് ആൻഡിന്റെ കുടുംബവും കൂടെ ഞങ്ങളോടൊപ്പം വന്നാലോ? That's an interesting idea. How about this? I will talk to Ant's family and if they agree, I will come along too. We can all have a vacation together. അപ്പൊ അമ്മ അവിടെ പറയുന്നു. ഈ ലാംഗ്വേജ് പോയിരിക്കുന്ന ശൈലിയും ആലോചിച്ചു നോക്കാം. നേരിട്ട് കട്ട് ആൻഡ് റൈറ്റ് പറയാതെ ഇവിടെ അനുവാദം ചോദിക്കുകയാണ്. I will talk to Ant's family and if they agree, I will come along too. ആന്റിന്റെ കുടുംബത്തിനോട് ഞാനത് ചോദിച്ചു നോക്കട്ടെ, അവർ സമ്മതിക്കുകയാണെങ്കിൽ ഞാനും കൂടെ വരാം, നമുക്ക് എല്ലാവർക്കും ഒരു വെക്കേഷനും ആവുമല്ലോ. അങ്ങനെ ചോദിക്കുകയാണ്, കട്ടാ റൈറ്റ് ആയിട്ട് പറയുകയല്ല. Really, you would do that? Yeah, thank you mama. This is going to be the best vacation ever. Mother elephant, only the best for my little one. Now let's go find Ant and plan our jungle adventure. ഈ ഒരു ശൈലി 4 മുതൽ 7 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് പരിചയപ്പെടുത്താവുന്നതാണ്. സ്ക്രീൻഷോട്ട് എടുക്കുക, നിങ്ങൾക്ക് പരിചയമുള്ള 4, 5, 6, 7 ക്ലാസ്സിലെ കുട്ടികൾക്കൊന്ന് അയച്ചു കൊടുക്കുക. ഈ ഒരു കോൺവെർസേഷൻ എഴുതാൻ അവർക്കും ഒരു അവസരം ഒരുക്കി കൊടുക്കുക. മുമ്പിലത്തെ സ്ക്രീൻഷോട്ട് എടുക്കാം, 2ാം ക്ലാസ്സിന്റെ മലയാളം ചോദ്യം എടുത്തിട്ട് അവർക്ക് എന്തെഴുതാൻ കൊടുക്കാം, അതിനെ ഇംഗ്ലീഷിലൊന്ന് എഴുതിപ്പിച്ച് നോക്കുക. എന്നിട്ട് ഈ ശൈലി മനസ്സിലാക്കുക. ഇനി ഇതേ സമയം ഇതൊരു 2ാം ക്ലാസ്സിലെ കുട്ടി എഴുതുകയാണെങ്കിൽ അവനെ കൊണ്ട് അറ്റ്ലീസ്റ്റ് ഇത്രയും കുഞ്ഞു കുഞ്ഞു വാക്കുകൾ, പ്രയോഗങ്ങൾ ഉപയോഗിക്കാം. ചുവന്ന ലെറ്ററിൽ കൊടുത്തിരിക്കുന്നത് അമ്മ പറയുന്നതും കറുപ്പ് ബേബി എലിഫന്റ് പറയുന്നതുമാണ്. വേർ യു, നീ എവിടെയായിരുന്നു? ഈ പ്രയോഗം നമ്മൾ 2ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഇത് തീർച്ചയായും അവനെ കൊണ്ട് എഴുതാൻ പറ്റണം. വേർ യു. വി ആർ പ്ലേയിങ് വിത്ത് കുട്ടൻ ഉറുമ്പ്. മോം, മേ ഗോ ഫോർ എ വെക്കേഷൻ ട്രിപ്പ്. സിമ്പിൾ ലാംഗ്വേജ് ആണ്. ഇത് 2ാം ക്ലാസ് നിലവാരമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ടു വെയർ? ടു നീലമലക്കാട്. ആർ യു ഗോയിങ് അലോൺ? നോ, കുട്ടൻ ഉറുമ്പ് വിൽ ബി മൈ കമ്പാനിയൻ. കമ്പാനിയൻ വലിയ വാക്ക്, ഫ്രണ്ട് എന്നുള്ള വാക്ക്. വി വിൽ ഗോ ടുഗദർ. ഞങ്ങൾ ഒരുമിച്ച് പോകും. ഈ വാക്കുകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, ക്ലാസ്സുകളിൽ കേട്ടിട്ടുള്ളതാണ്. ടുഗദർ, ഒരുമിച്ച്. ഡു യു നോ ദ വേ ഓർ റൂട്ട് ടു റീച്ച് ദെയർ?
വേ എന്നുള്ള വാക്ക് വഴി, റൂട്ട് എന്നുള്ള വാക്ക് വഴി, റൂട്ടിന്റെ സ്പെല്ലിംഗ് നോക്കുക. ROOT റൂട്ട് വേരാണെന്നുള്ളത് മനസ്സിലാക്കുക. പാത്ത് എന്നുള്ള വാക്ക് നമ്മൾ നേരത്തെ കേട്ടു. അങ്ങനെ പരിചിതമായ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യട്ടെ. I know, however, Uncle Monkey and Meenuman will accompany you. Okay, Mom. Be careful. The jungle can be a tricky place. ഒരു ഉപദേശ രൂപേണ ഇത് പറഞ്ഞു നിർത്തുന്നു. ഒരു 4-5 എക്സ്ചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. കുട്ടികൾക്ക് വേണ്ടുന്ന എക്സ്ചേഞ്ച് പൊതുവെ ഇംഗ്ലീഷിൽ എന്ത് ചെയ്യാറുണ്ട്? കൊളത്തി കൊടുക്കാറുണ്ട്. അത് എടുത്ത് എഴുതിയാൽ മതി. 1-2 സെന്റൻസ് അവർ സ്വന്തമായിട്ട് എഴുതേണ്ടതുള്ളൂ. പക്ഷെ നമ്മുടെ കുട്ടി അതിനേക്കാൾ ബെറ്റർ ആണ്. നമ്മളെ കൊണ്ട് എഴുതാൻ പറ്റും, നമ്മുടെ കുട്ടിക്ക് പറ്റണം എന്നുള്ള രീതിയിലാണെങ്കിൽ കൂടുതൽ ഉദാഹരണങ്ങൾ നൽകിയാൽ മതിയാകും. ഓക്കെ, ഇനി വീണ്ടും അതിനോടൊപ്പം ഈ കൊടുത്തിരിക്കുന്ന ഒരു കൺസെപ്റ്റില് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ഒരു ആപ്റ്റിറ്റ്യൂഡ് കൂടിയുണ്ട്. ആറ്റിറ്റ്യൂഡും പറയാം. ആലല്ല, ആറ്റിറ്റ്യൂഡ്, മനോഭാവവും അഭിക്ഷമതയും. സംഭവം ഇവിടെ നോക്കിക്കേ. ഹൗഎവർ അങ്കിൾ മങ്കി ആൻഡ് മീനുമാൻ വിൽ അക്കമ്പനി യു. കുട്ടി അവിടെ ഒറ്റയ്ക്ക് വിടുന്നില്ല. നേരത്തെ പറഞ്ഞ ഡയലോഗിലും അതേപോലെ തന്നെയാണ്. എൻ്റെ കുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി കൂടെ ശക്തനായ ഒരാളെയും കൂടെ ഏർപ്പാട് ചെയ്യുന്നു. അതേപോലെ കുട്ടിയെ നോക്കാൻ ഒരാളെ ഏർപ്പാട് ചെയ്യുന്നു. അത് മദേഴ്സ് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, പാരന്റൽ ഇൻസ്റ്റിങ്ക്റ്റ്. അവർക്ക് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. എൻ്റെ കുട്ടിയെ സംരക്ഷിക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. അത് മൃഗങ്ങൾക്ക് മാത്രമല്ല, മനുഷ്യർക്കും എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിനെ കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഉദാഹരണത്തിൽ എഴുതിയാൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഉദാഹരണം കണ്ടു, എഴുതിപ്പിക്കുന്നതിന് മുമ്പേ അവിടെ സംസാരിച്ച് നോക്കാം. നാളെ കറങ്ങാൻ പോകുന്നു, നാളെ ഞാൻ അവന്റെ വീട്ടിൽ പിക്കോട്ടെ. വേണ്ട. എന്തുകൊണ്ട് വേണ്ട? അപ്പൊ അവിടെ ഒരു സംഭാഷണം ഉരുത്തിരി. അപ്പൊ അവിടെ ഈ ഒരു രീതിയിൽ അവനെ എന്ത് ചെയ്യാതെ, എതിർക്കാതെ, നമുക്കും കൂടെ ഗുണകരമായ കാര്യമാണ് അമ്മ പറയുന്നത് എന്നുള്ള രീതിയിൽ കുട്ടിയെ സ്വാധീനിക്കാൻ കൂടി ശ്രമിക്കേണ്ടതാണ്. ഇതാണ് പാഠഭാഗത്തിൽ നിന്നും ഒരു രക്ഷിതാവെന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എനിക്കങ്ങനെ തോന്നി, അതുകൊണ്ട് ഞാനത് പറഞ്ഞു. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും പ്രയോജനകരമായിരിക്കും ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിന്റെ മലയാളം കൂടെ നമുക്ക് നോക്കിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോൾ സംഭാഷണം പൂർത്തിയാക്കുക. അമ്മയെ ഞാനൊരു ഉല്ലാസയാത്ര പൊയ്ക്കോട്ടെ. എവിടേക്ക്? സിമ്പിൾ ആയിട്ട് 2ാം ക്ലാസ്സിന്റെ നിലവാരത്തിൽ നമുക്ക് നോക്കാം. പച്ച കൊടുത്തിരിക്കുന്നത് അമ്മയുടെ ഡയലോഗും, നീല ബേബി എലിഫന്റ്. നീ എവിടെയായിരുന്നു? ഞങ്ങൾ കുട്ടനുറുമ്പിനോടൊപ്പം കളിക്കുകയായിരുന്നു. അമ്മേ, ഞാനൊരു ഉല്ലാസയാത്രയ്ക്ക് പൊയ്ക്കോട്ടെ. എവിടേക്ക്? നീലമലക്കാട്ടിലേക്ക്. ഒറ്റയ്ക്കാണോ പോകുന്നത്? അല്ല, കൂട്ടിന് കുട്ടൻ ഉറുമ്പുമുണ്ട്. നിനക്ക് അങ്ങോട്ട് പോകാനുള്ള വഴി അറിയാമോ? അറിയാം. എന്നാലും നിങ്ങളുടെ കൂട്ടിന് സഹായത്തിനായി കുരങ്ങമ്മാവനെയും മീനുമാനിനെയും അയക്കാം. വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റീസൺ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ വന്നു, അവർ സഹായിക്കും. പോകുന്ന വഴിയിൽ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ അല്ലെങ്കിൽ ആവശ്യം വന്നാൽ നിങ്ങളെ നോക്കാൻ, നിങ്ങളുടെ കൂട്ടിനെ നിങ്ങളുടെ രക്ഷിക്ക് ഒരാളും കൂടെ ഉള്ളത് നല്ലതല്ലേ എന്നുള്ള കൺസെപ്റ്റും കൂടിയാണ് അവിടെ മനസ്സിലാക്കുന്നത്. സൂക്ഷിച്ചു പോകണം, കുഴപ്പത്തിലൊന്നും ചെന്ന് ചാടരുത്. കുരങ്ങമ്മാവൻ പറയുന്നതെല്ലാം കേൾക്കണം. അങ്ങനെ ഒരു കൺസെപ്റ്റ്, ഉപദേശവും കൂടെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. ഇത് ആക്ച്വലി ലൈഫിൽ കുട്ടിക്ക് ഒരു കോൺവെർസേഷൻ കിട്ടേണ്ടതാണ്. അപ്പോൾ അവൻ്റെ മനസ്സിൽ ആ കൺസെപ്റ്റ് നിൽക്കും. സിമ്പിളായിട്ട് നമ്മുടെ പുസ്തകവും ലൈഫുമായിട്ടുള്ള ഒരു പ്രോബ്ലം വേണമെങ്കിൽ നമുക്കൊന്ന് സൂചിപ്പിക്കാം. ഒരു ഉദാഹരണമായിട്ട് സംഭാഷണം ഇങ്ങനെ: കോൺവെർസേഷൻ ബിറ്റ്വീൻ എ ഷോപ്പ് കീപ്പർ ആൻഡ് മീനുവും ഷോപ്പ് കീപ്പറും തമ്മിലുള്ള ഒരു സംഭാഷണം. പച്ചക്കറി കടയിൽ പോകുന്നു, വെജിറ്റബിൾ സെല്ലറുമായിട്ടുള്ളൊരു സംഭാഷണം. നമ്മളവിടെ ചെന്നിട്ട് 100 രൂപയ്ക്ക് പച്ചക്കറി, രക്ഷിതാവാണെങ്കിലും കാര്യം പറയുന്ന ഇത്രയാണ്, 100 രൂപയ്ക്ക് പച്ചക്കറി, കൂടിപ്പോയ 2-3 സാധനങ്ങളുടെ വില ചോദിക്കും. ഈ ഒരു കൺസെപ്റ്റേ അവിടെ ഉള്ളൂ, അവിടെ നടക്കുന്നുള്ളൂ, അതിന്റെ ആവശ്യകതയേ ഉള്ളൂ. എന്നിരുന്നാലും ഭാഷയുടെ ഡെവലപ്മെന്റിന് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, ഇപ്പം നമ്മുടെ ഗ്രാമങ്ങളിലാണെങ്കിൽ തൊട്ടടുത്ത കടയിൽ പരിചയക്കാരൊക്കെ ആയിരിക്കും, ബന്ധുക്കളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളവിടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. ഈ കേൾക്കുന്ന ഭാഷ കുട്ടിയെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ അവരോട് പെരുമാറുന്ന രീതി, നമ്മൾ ഓരോ കാര്യങ്ങൾ നോക്കുന്നത്, ചെയ്യുന്നത്, ഇതെല്ലാം കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഒന്നും കൂടെ രാവിലെ പറഞ്ഞ കാര്യം ഓർമ്മിപ്പിക്കുന്നു. 2ാം വയസ്സ് മുതൽ 12ാം വയസ്സ് വരെയാണ് കുട്ടിയുടെ ഭാഷാ വികസനം നടക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, നോം ചോംസ്കി എന്ന് പറയുന്ന ചിന്തകൻ പറഞ്ഞതാണ്. അപ്പോ ആ ഒരു കൺസെപ്റ്റ് കൂടി എല്ലാവരുടെയും മനസ്സിലുണ്ടാകണം.